മൂന്നാല് ദിവസം മുമ്പ് ലുലുവിൽ പോയപ്പം നല്ലൊരു ചുമ്പളക്കുട്ടപ്പൻ പയ്യനിരിക്കണം. അപ്പം ഞാൻ ഓർത്തേച്ച് ഇയാളെ എനിക്കറിയാമല്ലോ, ഇതെന്താ സംഭവം, ആരാന്നൊരു പിടിയും കിട്ടണില്ല. തൊട്ടടുത്ത് നോക്കിയപ്പോൾ വേറെ ഒരു ചുമ്പളക്കുട്ടപ്പൻ നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് ഇവരൊക്കെ എനിക്ക് കണ്ടുപരിച്ചുണ്ടല്ലോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് തലയിലേക്ക് തിരിഞ്ഞാൽ ഞങ്ങളുടെ പഴയ വികാരിയാണ്. എങ്ങനെയുണ്ട് ഞാൻ ചെന്ന് ചോദിച്ചു. അപ്പോൾ ലോഹയിലൊന്നും അല്ല കേട്ടോ, നല്ല ഒരു കുട്ടപ്പൻ ഡ്രസ്സിലൊക്കെ ഇട്ടിട്ടാണ്. അപ്പം ഞാൻ ചോദിച്ചു അച്ഛനല്ലേ എന്ന് ചോദിച്ചാൽ അതിലാ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛനെന്താ ഇവിടെ? ഞങ്ങൾ ലുലുലേ സിനിമയ്ക്ക് ടിക്കറ്റിന് ബുക്ക് ചെയ്തിട്ട് ഇനി സമയം ഉണ്ടാവുകൊണ്ട് ജ്യൂസ് കുടിക്കാൻ കയറിയതാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പള്ളി പോക്കൊന്നുമില്ലേ? ഞങ്ങളെല്ലാം വിഷമിച്ച് വിശ്വാസികൾ നടക്കുമ്പോൾ അച്ഛന്മാർ സിനിമയും കണ്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റും ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഓരോ മോളിലും എന്ന് ചോദിച്ചു. അല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ് ഞങ്ങൾക്ക്? മനസ്സിലായ? അപ്പം ഇതാണിപ്പോൾ ഇവരുടെ ആറ്റിറ്റ്യൂഡ്. വിശ്വാസികളെയോ വിശ്വാസ സംരക്ഷണമൊന്നുമല്ല. ലുലുവിൽ പോവുക, സിനിമ കാണുക, മോളിൽ പോവുക, വായി നോക്കുക, ചായ കുടിക്കുക, ജ്യൂസ് കുടിക്കുക, അത്ര തന്നെ. മനസ്സിലായ? ഇപ്പം അൽമാരേക്കാളും ലൈഫ് എൻജോയ് ചെയ്യണത് വല്ലവൻ്റെയും പൈസ, നേർച്ചക്കാശ്, ഒരു അധ്വാനവും ഇല്ല. എന്താ സുഖജീവിതം. പിന്നെ ഈറ്റങ്ങളോട് അത് ആ ജീവിതത്തിൽ നിന്ന് മാറി നിങ്ങളെ വിളിച്ച വെളിയിലേക്ക് തിരിച്ചു വരാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഏൽക്കൂല. അപ്പോൾ അതുകൊണ്ട് ഈ പണ്ട് ചാക്കത്ത് പിതാവ് ഇരിക്കുമ്പോഴാണ് ഈ സമൂഹത്തിനോടൊപ്പം ഓടണമെന്ന് പറഞ്ഞ് എല്ലാവരും സിനിമയ്ക്ക് പൊക്കോളം പറഞ്ഞു. അങ്ങനെ കുഞ്ഞിലെ ഈ സിനിമാ ഭ്രാന്ത് ഇവരുടെ തലയിൽ കയറ്റി. പിന്നെ എങ്ങനെ ഈറ്റങ്ങളൊക്കെ നന്നാവും? മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് സഭയുടെ എന്തടിസ്ഥാനത്തിൽ സഭ സ്ഥാപിച്ചോ അതിലേക്ക് തിരിച്ചു വരാതെ പുരോഹിതന്മാർക്ക് ഇനിയൊരു നന്മയും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. നമ്മൾ പുരോഹിതന്മാരുടെ പ്രാർത്ഥന ചൊല്ലാത്തത് കൊണ്ടോ, ചൊല്ലിയത് കൂടിപ്പോയതുകൊണ്ടോ, ചൊല്ലുന്നത് ശരിയാകാത്തത് കൊണ്ടോ എന്തോ ഇവരുടെ തല തിരിഞ്ഞു പോയി. മാതാവ് പറഞ്ഞ പോലെ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പം ഇങ്ങനെ തലതിരിയാൻ ഉള്ള പുരോഹിതന്മാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, നമ്മുടെ മധ്യത്തിലുണ്ടാവും, നമ്മുടെ സ്ഥലത്ത് നമ്മുടെ പ്രദേശത്തൊന്നും ആയിരിക്കും ഉത്ഭവിക്കണമെന്ന് നമ്മൾ മനസ്സാവാച ചിന്തിച്ചില്ല. പക്ഷെ ഇപ്പോൾ ഇത് അനുഭവിച്ചറിയാണ്. അതായത് അവർക്ക് ഒരു ഉളുപ്പില്ലാണ്ടാണ് പറയണേ. സിനിമയ്ക്ക് വന്നിട്ട് വെയിറ്റ് ചെയ്യാണ് ടിക്കറ്റ് കിട്ടി, പക്ഷേ എനിക്ക് ഇച്ചിരി നേരം കൂടി ഉണ്ട്, അതുകൊണ്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്, ജ്യൂസും കുടിച്ചിരിക്കുകയാണ്. ഇതാണിപ്പോൾ ഇവരുടെയൊക്കെ സത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവരുടെ വിശ്വാസ സത്യങ്ങൾ സിനിമ കാണുക, എൻജോയ് ചെയ്യുക, ജ്യൂസ് കുടിക്കാൻ കയറുക, ഇതായി മാറി. കൂടെ കസിൻസ് എന്നും പറഞ്ഞ് കുറച്ച് ഗേൾ ഫ്രണ്ട്സിനെയും കൂട്ടും. ഇത് തന്നെ, ഇതാണ് കാര്യങ്ങൾ. ഇങ്ങനെ ഇന്നലെ ഞാൻ വീട്ടിൽ സംസാരിച്ചപ്പോൾ 3-4 പേര് അച്ഛന്മാരെ ഈ തലത്തിൽ കസിൻസിനെയും കൊണ്ട് നടന്നതിൽ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആരോട് പറയാനാണ്? നമ്മൾ നാണക്കേടുന്നല്ലാതെ. അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസവും വിശുദ്ധിയും സഭയ്ക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് പുരോഹിതന്മാർ പലരും നല്ലവരെന്ന് നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചവർ പോലും ആത്മഹത്യ ചെയ്ത്. കോതമംഗലത്തൊക്കെ നമ്മൾ കണ്ടാണ്. കോതമംഗലത്ത് വേറെ 2-3 സ്ഥലത്ത് നമ്മളത് കണ്ട്. അപ്പം കന്യാസ്ത്രീകൾ. അപ്പം ഇതെല്ലാം അടിസ്ഥാനപരമായ വിശ്വാസ സത്യങ്ങൾക്ക് മങ്ങലേറ്റത് കൊണ്ടാണ്. അത് സഭയുടെ നേതൃത്വത്തിൻ്റെ പിടിപ്പില്ലായ്മയും കഴിവില്ലായ്മയും അവരുടെ കുറവും വിശുദ്ധിയുടെ കുറവും കൊണ്ട് തന്നെയാണെന്ന് പറയണം. അതുകൊണ്ട് തന്നെ ഒരു സമൂലമായ മാറ്റം അൽമായർ ആവശ്യപ്പെടണം. സഭാപിതാക്കന്മാർ തിരിച്ചൊന്ന് ചിന്തിക്കണം. സഭയിലുള്ള ആ ഒരു വിളിയും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് സഭാപിതാക്കന്മാർ നമ്മളായിട്ടും കൺസൾട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? കാരണം അവർ തമ്മിൽ കൺസൾട്ട് ചെയ്താൽ അന്ധന നയിക്കണ പോലെയാവും. കാരണം എവിടെയാണ് ഈ പെശക് പറയണതെന്ന് അവർക്കറിയണില്ല. കാരണം അവർ അതിൻ്റെ ഇടയിൽ കിടക്കണം, ഉള്ളിൽ കിടക്കണമുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് വീക്ഷിക്കുന്നതും അനുഭവിക്കുന്നതും നമ്മളാണ്. അതുകൊണ്ട് നമ്മളോടും കൂടെ കൺസൾട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മളുടെ കയ്യിൽ സൊല്യൂഷനുണ്ട്, പക്ഷെ നമ്മളോട് സംസാരിക്കാതെ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞാലെല്ലാം കാറ്റത്ത് വെറും എന്താ പറയുക, ഒരു പപ്പ് അല്ലെങ്കിൽ മറ്റേ എന്താണ് അതിനെ പറയണത്, ഈ ഇതില്ലേ, എന്താണ് ഈ എന്താണ് കോട്ടൻ്റെ ബഡ്സ് ഇല്ലേ, അത് പറക്കണ പോലെയായി പോണം. അല്ലാതെ അതിന് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഈ കാറ്റത്ത് പറക്കുന്ന തൂവൽ പോലെ ആക്കാതെ കാര്യങ്ങൾ വിശദമായിട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ച്. കാരണം എന്ന് പൈസയും എന്ന് അധികാരഭ്രമവും സഭയ്ക്ക് വന്നോ അന്ന് സഭയുടെ ശിഥിലീകരണം നടന്നു. വളരെയധികം തിരിച്ചു പോകണം സഭ. മനസ്സിലായി? എവിടെ നിന്ന് തുടങ്ങിയോ അവിടേക്ക് പോകേണ്ട സമയം അതിക്രമിച്ച് അത് ഇവർക്ക് ചെയ്യാൻ പറ്റൂല. കാരണം ഇവരിങ്ങനെ കാലത്തിനൊത്ത് ഒഴുകുകയാണ്. നമ്മളെപ്പോലെയുള്ളവർക്ക് വേണം തിരുത്താൻ. പറയുമ്പോൾ നമുക്ക് അഹങ്കാരം വിചാരിക്കും. അഹങ്കാരമല്ല. കാരണം നമ്മളൊക്കെ അതിൻ്റെ തിക്തഫലം അനുഭവിച്ചവരാണ്.
അതുകൊണ്ട് തന്നെ എവിടെയാണ് ഈ പിശക് പറ്റിയതെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും. അതിനായിരിക്കും ദൈവം നമ്മളെയൊക്കെ ഇതേപോലെ വേദനിപ്പിച്ചതും വേദനിപ്പിക്കാൻ വിട്ടുകൊടുത്തതും. അതുകൊണ്ട് നമുക്കിപ്പോൾ അനുഭവമായി, മനസ്സിലായില്ലേ? ഇപ്പോൾ ജോബിന് പല കാര്യങ്ങളും പലരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരുന്നു. ജോബിൻ്റെ പരീക്ഷണഘട്ടം അത്രയായിരുന്നു. എന്ന് പറഞ്ഞ പോലെ നമ്മൾ വിശ്വാസികൾ ശരിയായിട്ട് വിശ്വാസം സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കണവർ സഹിച്ച സഹനങ്ങളെ ഓർക്കുമ്പോൾ ഇവരെ തിരുത്താനുള്ളതുമായി. അതുകൊണ്ടാണ് മാലാഖമാരെ പോലും തിരുത്താനുള്ള യോഗ്യതയുള്ള വിശ്വാസികളെന്ന് പൗലോസ് ലേഖ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവരെ തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.